Hey, what's up gamers? Again നമ്മൾ അത് ഗെയിമിംഗ് വീഡിയോയുടെ ഇൻട്രോ ചെയ്യാം. ഹായ് ഗൈസ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഞാൻ ഇത്ര നാൾ വിചാരിച്ചിരുന്നത് എനിക്ക് ഇമോഷൻസ് തീരെ കുറവാണെന്നാണ്. അതായത് ഇമോഷൻസ് ഇല്ല എന്നല്ല, അതായത് എനിക്ക് കൂടുതലായിട്ടും വരാറുള്ളത് ചിരിക്കാനുള്ള ഇമോഷൻ മാത്രമാണ്, സന്തോഷം അങ്ങനെയുള്ള ഇമോഷൻ മാത്രമാണ്. പക്ഷേ ഗൈസ്, ഒരു വിഷമം അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും എനിക്ക് ഉണ്ടാവാറില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു ഇന്ന് 2-ാം തീയതി അല്ലേ, ഇന്ന് 2-ാം തീയതി. അപ്പോൾ സ്കൂൾ പൂട്ടിയത് 31. മിഞ്ഞാന്ന് തൊട്ട് എനിക്ക് മനസ്സിലായി ആ ഒരു ഇമോഷൻ മാത്രമല്ല എനിക്ക് ഇമോഷൻസ് വരുന്നത്. എനിക്ക് അപ്പോഴാണ് മനസ്സിലായി. ഞാൻ എന്താ പറയണത് മനസ്സിലായില്ല അല്ലേ? പറഞ്ഞുതരാം. അതായത് ഇതിന് മുമ്പ് 7-ൽ പഠിക്കുമ്പോഴും 8-ൽ പഠിക്കുമ്പോഴും 6-ൽ പഠിക്കുമ്പോഴൊക്കെ ആണെങ്കിലും സ്കൂൾ പൂട്ടാൻ നേരത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാവാറ്. വെക്കേഷൻ ആകുമ്പോൾ നല്ല സന്തോഷമാവാറ്. പക്ഷേ ഇപ്രാവശ്യം 9-ാം ക്ലാസ് കഴിഞ്ഞിട്ട് സ്കൂൾ പൂട്ടുന്ന സമയത്ത് എന്തോ ഒരു ഇതായിരുന്നു, എന്തോ ഒരു ഫീലിംഗ് ആയിരുന്നു. സത്യമായിട്ടും എന്തോ ഒരു ഫീലിംഗ് ആയിരുന്നു. അതായത് ഇനി അതായത് നല്ലൊരു അടിപൊളി വർഷമായിരുന്നു ഈ 9-ാം ക്ലാസ് എന്ന് പറയുന്നത്. കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുള്ള വർഷം ഈ വർഷമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ദിവസം PT സാറ് PT റൂം തുറന്നിട്ട് ബോൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എനിക്ക് PT റൂം അറിയില്ലായിരുന്നു. ഞാനാണെങ്കിൽ അവിടെ ഒരു ക്ലാസ് റൂം ഉണ്ടായിരുന്നു സാറിൻ്റെ തൊട്ടടുത്ത്. ഞാനാണെങ്കിൽ ആ ക്ലാസ് റൂം തുറക്കാൻ നോക്കി. പക്ഷേ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ആ ക്ലാസ് റൂം ഓൾറെഡി തുറന്ന് നടക്കണ ക്ലാസ് റൂം ഞാൻ തുറക്കാൻ നോക്കി. അപ്പോൾ അങ്ങനെ കുറേ മണ്ടത്തരങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു വർഷമായിരുന്നു ഈ 9-ാം ക്ലാസ്. പിന്നെ ഏറ്റവും കളിയാക്കലുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള വർഷം ഈ 9-ാം ക്ലാസ് തന്നെയാണ്, അതിൽ സംശയമില്ല. പിന്നെ പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ 9-ാം ക്ലാസ് ഭയങ്കര ഒരു അടിപൊളി വർഷമായിരുന്നു. ഇത് തീരുമ്പോൾ എന്തോ ഒരു ഇതുപോലെ. കാരണം എന്ന് വെച്ചാൽ കുറേ കാരണങ്ങളുണ്ട്. അതിൽ മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ക്ലാസ് ടീച്ചറായിരുന്നു. അതായത് ഞാൻ ഇത്ര നാൾ പഠിച്ചിട്ടുള്ള ഒരു ക്ലാസ്സിൽ ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ക്ലാസ് ടീച്ചർ ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ ക്ലാസ് ടീച്ചർ ഉണ്ടല്ലോ, സിലി ടീച്ചർ എന്നാണ് പേര്. അപ്പോൾ ഈ സിലി ടീച്ചർ എന്താ പറയുക, എന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വിളിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു കാര്യമുണ്ട്, ട്വിസ്റ്റാണ് കേസ്, ട്വിസ്റ്റ്. അതായത് ഞങ്ങളുടെ ക്ലാസ്സിലൊരു സ്പൈ ഉണ്ടായിരുന്നു. ആ സ്പൈ അതായത് ഈ ക്ലാസ്സിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്. അതായത് ഒരു ദിവസം വന്നില്ല വിചാരിക്കുക സിലി ടീച്ചർ. അപ്പോൾ അന്ന് രാത്രി എന്നെ വിളിച്ചിട്ട് ചോദിക്കുക എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സിലത്തെ സ്പൈ ആയിരുന്നു ഞാൻ. മെയിനായിട്ട് ആദിൽജിത്ത് എന്ന് പേരുള്ള ഒരുത്തൻ്റെ വിവരങ്ങളായിരുന്നു ഞാൻ എപ്പോഴും ടീച്ചർക്ക് ചോർത്തി കൊടുക്കാറ്. ഇപ്പോൾ അവനെൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവൻ ഇപ്പോൾ ഈ വീഡിയോ കാണില്ല എന്നുള്ളൊരു ഉറപ്പിലാണ് ഞാൻ ഇതൊക്കെ നല്ല ഓപ്പണായിട്ട് പറയണത്. ഈ വീഡിയോ കാണാൻ ചാൻസ് ഉള്ളത് 2 പേരായിരിക്കും. യൂട്യൂബിലാണെങ്കിൽ അലോഷ് എന്ന് പേരുള്ളൊരു ചെക്കനായിരിക്കും. ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ അനന്തായിരിക്കും. ഇവർ 2 പേരും എന്തായാലും കാണാനൊരു 99.99% ചാൻസും ഉണ്ട്. അപ്പോൾ അലോഷ് ഇത് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. ആനന്ദ് ഇത് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഒരു പച്ചക്കൽബ് ഗ്രീൻ ഹാർട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത് ഒരു റീസൺ. പിന്നെ അടുത്ത റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്കിങ്ങനെ പറയാം. അടുത്ത റീസൺ വെച്ചാൽ എനിക്കൊരാളെ ക്രഷ് അടിച്ചു ഗൈസ്. പക്ഷേ അത് ക്രഷ് എന്നൊന്നും പറഞ്ഞാൽ മതി ഗൈസ്, കാരണം എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പം അതാണ് 2-ാമത്തെ റീസൺ. പക്ഷേ മെയിനായിട്ട് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് സിലി ടീച്ചറുടെ. അത് കാരണം അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ടീച്ചറായിരുന്നു, അടിപൊളി ടീച്ചറായിരുന്നു. ഇനി ആ ക്ലാസ് ഒന്നും ഇല്ല എന്ന് ആലോചിക്കുമ്പോഴാണ് വിഷമമാണ്. പിന്നെ ടീച്ചർ ക്ലാസ് എടുക്കണമെങ്കിലും അത്ര നല്ല അടിപൊളിയായിട്ടായിരുന്നു. പിന്നെ ടീച്ചർക്ക് എന്നെ മാത്രം എന്തോ ഒരു വലിയ കാര്യമായിരുന്നു ടീച്ചർ. അപ്പോൾ അതൊന്നും ഇല്ല എന്ന് ആലോചിക്കുമ്പോഴാണ്. യെസ് ഗൈസ്, പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വർഷം കുറേ തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുള്ള വർഷമാണ്. അതായത് നമുക്ക് കുറേ കൊല്ലങ്ങളായിട്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരിക്കില്ല. പക്ഷേ നമ്മൾ പുതിയൊരു കൂട്ടുകാരൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവനത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. നമ്മൾ പഴയ കൂട്ടുകാരനായിരിക്കും എപ്പോഴും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുള്ളൂ. പക്ഷേ പലപ്പോഴും ആ പഴയ കൂട്ടുകാരനെക്കാട്ടും
അടിപൊളി ഈ പുതിയ കൂട്ടുകാരനായിരിക്കും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഈ ക്രഷിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നെ എന്താ പറയുക, ഈ പഴയ കൂട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്തില്ല. എല്ലാവരും അല്ല, ഒരു 2 പേര്. അവരുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് വെച്ചാൽ ഒരുത്തൻ്റെ പേര് 2A വെച്ചിട്ട് തുടങ്ങും, ഒരുത്തൻ്റെ പേര് H വെച്ചിട്ട് തുടങ്ങും. ഇവന്മാരെന്നെ സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ എനിക്ക് ഇപ്പോൾ പുതിയതായിട്ട് കിട്ടിയൊരു കൂട്ടുകാരെന്ന് വെച്ചാൽ നന്നായി സപ്പോർട്ട് ചെയ്തു, ടിപ്പും പറഞ്ഞു. ആ പുതിയ കൂട്ടുകാരൻ ആരാന്ന് വെച്ചാൽ അയാളാണ് ഈ വീഡിയോയിൽ പച്ചക്കൽബ് കമൻ്റ് ഇട്ട അനന്തു.